അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 20 ബുധനാഴ്ച. 2023 ഫെബ്രുവരി മുതൽ 2024 ജനുവരി വരെ മഹാരാഷ്ട്രയിലെ BJP വക്താവായിരുന്ന ആരതി അരുൺ സാദെ ബോംബെ ഹൈക്കോടതിയിൽ ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ആരതിയെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കാനുള്ള സുപ്രീം കോടതി കൊളീജിയത്തിന്റെ ശുപാർശയ്ക്കെതിരെ നേരത്തെ മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. ആരതിയുടെ BJP ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇത്. എന്നാൽ ആരതി പാർട്ടിയിൽ നിന്ന് നേരത്തെ തന്നെ രാജിവെച്ചതാണെന്നായിരുന്നു BJPയുടെ മറുപടി. ചീഫ് ജസ്റ്റിസ് അലോക് ആരാധെയാണ് ആരതി അരുൺ സാദേയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. ഗവർണർ നിയമനം നടത്തേണ്ടത് മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന മുൻഗണനാ ക്രമത്തിലാണെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. സെർച്ച് കമ്മിറ്റി നൽകുന്ന പാനലിൽ മുഖ്യമന്ത്രിക്ക് മുൻഗണനാ ക്രമം നിശ്ചയിക്കാമെന്നും അതേ മുൻഗണനാ ക്രമത്തിൽ നിയമനം നടത്തണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. മുഖ്യമന്ത്രിയുടെ ശുപാർശയിൽ എതിർപ്പുണ്ടെങ്കിൽ ചാൻസലർ സുപ്രീം കോടതിയെ അറിയിക്കണമെന്നും തുടർന്ന് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി അന്തിമ തീരുമാനമെടുക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം 26 മുതലെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ AAY വിഭാഗത്തിനും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമാണ് കിറ്റ് വിതരണം ചെയ്യുന്നത്. കിറ്റിൽ 14 ഇന സാധനങ്ങൾ ലഭിക്കും. സെപ്റ്റംബർ 4 വിതരണം പൂർത്തിയാക്കും. 6 ലക്ഷത്തിൽ പരം AAY കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമാണ് ഭക്ഷ്യക്കിറ്റ് നൽകുകയെന്നും മന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 1 മുതൽ കേരളത്തിലെ പ്രധാന സർക്കാർ ആശുപത്രികളിലെല്ലാം മുതിർന്ന പൌരന്മാർക്കായി പ്രത്യേക OP കൌണ്ടർ തുടങ്ങുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ്, ജില്ലാ ജനറൽ ആശുപത്രികൾ, സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിൽ പ്രത്യേക OP കൌണ്ടർ ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു. കത്ത് വിവാദത്തിൽ വ്യവസായി മുഹമ്മദ് ഷർഷാദിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അപകീർത്തികരമായ പ്രതികരണങ്ങൾ നടത്തിയതിനാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. പ്രതികരണങ്ങൾ പിൻവലിക്കണമെന്നും ഇനിമേലാൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ പാടില്ലെന്നും അഭിഭാഷകൻ M രാജഗോപാലൻ നായർ മുഖേന അയച്ച നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ സാഹിത്യോത്സവ ചർച്ചയിൽ നിന്ന് ശിശുക്ഷേമ സമിതി മുൻ ജനറൽ സെക്രട്ടറിയും DYFI നേതാവുമായിരുന്ന ഷിജു ഖാനെ ഒഴിവാക്കി. തിരുവനന്തപുരത്തെ അനുപമയുടെ ദത്ത് വിവാദത്തിൽ ഷിജു ഖാനെതിരെ അനുപമയും സഹ പാനലിസ്റ്റും രംഗത്തെത്തിയതിനെ തുടർന്നാണ് അക്കാദമിയുടെ നടപടി. സാഹിത്യോത്സവത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ താൽപര്യമില്ലാത്തതുകൊണ്ടാണ് ഷിജു ഖാൻ മോഡറേറ്റ് ചെയ്യാനിരുന്ന സെഷൻ ഒഴിവാക്കുന്നതെന്ന് അക്കാദമി അധ്യക്ഷൻ K സച്ചിദാനന്ദൻ പറഞ്ഞു. സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് മതപണ്ഡിതന്മാർ പുനർവിചിന്തനം നടത്തണമെന്ന് സ്പീക്കർ AN ഷംസീർ. സ്കൂൾ സമയത്തിന് മുൻപ് മാത്രമേ മതപഠനം നടക്കൂ എന്ന വാശി ഒഴിവാക്കണമെന്ന് AN ഷംസീർ പറഞ്ഞു. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമ്മളും മാറണം. 10 മുതൽ 4 വരെയുള്ള ക്ലാസ് സമയത്തിന്റെ മാറ്റത്തിനെക്കുറിച്ച് സജീവ ചർച്ച വേണമെന്നും ഗൾഫ് രാജ്യങ്ങളിൽ പോലും മാറ്റമുണ്ടായെന്നും സ്പീക്കർ പറഞ്ഞു. സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ നേരത്തെ സ്കൂൾ സമയമാറ്റത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വീണ്ടും പോസ്റ്റുമായി ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് സ്ഥാപകനുമായ KA പോൾ. നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് തുക നൽകണമെന്ന് KA പോൾ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ തന്റെ FCRA അക്കൌണ്ട് പുനഃസ്ഥാപിക്കണമെന്നും നിമിഷപ്രിയ വിഷയത്തിൽ ലക്ഷങ്ങൾ താൻ ഇതുവരെ ചെലവാക്കിയെന്നും പുതിയൊരു അക്കൌണ്ട് വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത് കാത്തിരിക്കുകയാണെന്നും പോൾ പറഞ്ഞു. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്കായി പണം ശേഖരിക്കുന്നുവെന്ന പ്രചാരണം വ്യാജമെന്ന് സ്ഥിരീകരിച്ച വിദേശകാര്യ മന്ത്രാലയം. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിൽ പണം അയക്കണമെന്ന KA പോളിന്റെ പോസ്റ്റിനാണ് വിദേശകാര്യ മന്ത്രാലയം വിശദീകരണം നൽകിയിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ട് നമ്പർ ഉൾപ്പെടെയുള്ള പോസ്റ്റ് വ്യാജമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ.
സ്വാതന്ത്ര്യദിന പോസ്റ്ററിൽ സവർക്കറുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട് തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ പ്രതിഷേധത്തിനെത്തിയ KSU പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കി പോലീസ്. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, പ്രവർത്തകൻ അക്ഷയ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. RSSനെതിരെ പ്രതികരിക്കുന്നവരെയാണ് പിണറായി പോലീസ് തടയുന്നതെന്നും ജനാധിപത്യ രാജ്യത്തിന് ചേർന്ന നടപടിയല്ലെന്നും ഗോകുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ 1014 വെളിച്ചെണ്ണ പരിശോധനകൾ നടത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വിവിധ ദിവസങ്ങളിലായി നടത്തിയ പരിശോധനകളിൽ 17,000-ഓളം ലിറ്റർ വ്യാജ വെളിച്ചെണ്ണ പിടിച്ചെടുത്തു. 469 സാമ്പിളുകൾ ശേഖരിച്ച് നടപടികൾ സ്വീകരിച്ചു. 25 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. കേര സൂര്യ, കേര ഹരിതം, കുട്ടനാടൻ കേര തുടങ്ങിയ പേരിലുള്ള വെളിച്ചെണ്ണ നിർമ്മാതാക്കൾക്കെതിരെ നിയമ നടപടികളും സ്വീകരിച്ചു. സുന്ദരിപ്പൂവേ പൂത്തുമ്പികളെ Pulimutil Silks presents Unskippable Onam Collections. Starts at just ₹299. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് വിലക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരായ അപ്പീൽ കടുത്ത വിമർശനത്തോടെ തള്ളി സുപ്രീം കോടതി. പൌരന്മാരുടെ ദുരവസ്ഥയിൽ ആശങ്കയുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ കൂടുതൽ പണം നൽകേണ്ടതില്ലെന്നും വിധിച്ചു. ഓണക്കാലത്ത് ശബരി ബ്രാൻഡിൽ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി സപ്ലൈകോ. പുട്ടുപൊടി, അപ്പംപൊടി, പായസം മിക്സ്, പഞ്ചസാര, ഉപ്പ്, പാലക്കാടൻ മട്ട എന്നിവയാണ് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ നടി റീമ കല്ലിങ്കലിന് പുതിയ ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന നടത്തി. ഓണച്ചന്തകൾ ആരംഭിച്ചാൽ വെളിച്ചെണ്ണ വില പരമാവധി കുറയുമെന്നും മന്ത്രി പറഞ്ഞു. ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 26 മുതൽ തുടങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പണം കടം കൊടുത്തവരുടെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. എറണാകുളം കോട്ടുപള്ളി സ്വദേശിനി ആശ ബെന്നിയാണ് മരിച്ചത്. 10 ലക്ഷത്തോളം രൂപ ആശ പലിശയ്ക്ക് കടം വാങ്ങിയിരുന്നതായാണ് വിവരം. 1 ലക്ഷത്തിന് മാസം 10,000 രൂപയായിരുന്നത്രേ പലിശ. മുതലും പലിശയും തിരിച്ചടച്ചിട്ടും പലിശക്കാർ ഭീഷണി തുടർന്നുവെന്ന് ആശയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. അയൽവാസിയായ റിട്ടയർഡ് പോലീസുകാരൻ പ്രദീപിന്റെയും ഭാര്യ ബിന്ദുവിന്റെയും പേരുകളാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. കൊഴിഞ്ഞാമ്പാറ കരമ്പറ്റ സ്വദേശി സന്തോഷാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി 10 മണിയോടെ ഒരാൾ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി സന്തോഷിനെ കൊലപ്പെടുത്തുകയായിരുന്നു. സന്തോഷിനെ ആക്രമിച്ച ശേഷം രക്ഷപ്പെട്ട പ്രതിയെപ്പറ്റി സൂചന ലഭിച്ചെന്ന് കൊഴിഞ്ഞാമ്പാറ പോലീസ് പറയുന്നു. അയർലൻഡിൽ ഇന്ത്യക്കാർക്ക് നേരെയുള്ള അക്രമം തുടരുന്നു. വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന കോർക്ക് കൌണ്ടിയിലുള്ള 9 വയസ്സുകാരനായ ഇന്ത്യൻ വംശജനെ തലയ്ക്ക് കല്ലെറിഞ്ഞാണ് പരിക്കേൽപ്പിച്ചത്. ആക്രമണം നടത്തിയ 15 വയസ്സുകാരനെ പോലീസ് തിരിച്ചറിഞ്ഞതായാണ് വിവരം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അർണബ് ഗോസ്വാമി നൽകിയ മാനനഷ്ട കേസിൽ ടൈംസ് നൌ എഡിറ്റർ ഇൻ ചീഫ് നവിക കുമാറിനെതിരെ അന്വേഷണം നടത്താൻ ദില്ലി കോടതിയുടെ നിർദ്ദേശം. ദില്ലി പോലീസിനാണ് നിർദ്ദേശം നൽകിയത്. TRP തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നവിക നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ടാണ് മാനനഷ്ട കേസ്. കേസിൽ ടൈംസ് നൌ എഡിറ്റർ ഇൻ ചീഫിനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിടുകയായിരുന്നു. ഒഡീഷയിൽ ബ്രാഹ്മണി നദിയിൽ 73 എരുമകൾ കൂട്ടത്തോടെ മുങ്ങിച്ചത്തു. ഓൾ ബ്ലോക്കിന് കീഴിലുള്ള ഏകമാനിയ ഗ്രാമത്തിനടുത്താണ് ദാരുണ സംഭവം. മത്സ്യബന്ധനത്തിനായി നദിയിലെ വെള്ളത്തിൽ വിഷം കലർത്തിയെന്ന ആരോപണത്തെ തുടർന്ന് വെറ്ററിനറി ഉദ്യോഗസ്ഥർ എരുമകൾ ചത്തതിന് പിന്നിലെ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു. എന്നാൽ കൂട്ടത്തോടെ നദിയിലിറങ്ങിയ പോത്തുകൾ മുതലകളെ കണ്ടതിനെ തുടർന്ന് തിക്കിലും തിരക്കിലും പെടുകയായിരുന്നുവെന്നും പറയുന്നു. ഉത്തർപ്രദേശിലെ പിലിഭിത്തിൽ സ്കൂളുകളിൽ ബെഞ്ചും ഡെസ്കും ലഭിച്ചു. ജില്ലയിലെ 100 കണക്കിന് സർക്കാർ പ്രൈമറി സ്കൂളുകളിലെ 90,000-ലധികം കുട്ടികൾക്കാണ് ഇരിക്കാൻ ബെഞ്ചും ഡെസ്കും ലഭിച്ചത്. ആദ്യമായാണ് സ്കൂളുകളിൽ ബെഞ്ചും ഡെസ്കും ലഭിക്കുന്നതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നു. തറയിലും മരച്ചുവട്ടിലുമായിരുന്നു ഇത്രയും കാലം കുട്ടികളുടെ വിദ്യാഭ്യാസം. ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകൾക്ക് കടിഞ്ഞാണിടാൻ കേന്ദ്ര സർക്കാർ.
ഗെയിമിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാനുള്ള ബില്ലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളെ നിയമചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവരാനും ഡിജിറ്റൽ ആപ്പുകൾ വഴിയുള്ള ചൂതാട്ടത്തിന് പിഴകൾ ഏർപ്പെടുത്താനും വ്യവസ്ഥയാണ് ബില്ലിലുള്ളത്. ബിൽ നാളെ ലോക്സഭയിൽ കൊണ്ടുവന്നേക്കും. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികൾക്ക് സംസ്ഥാനത്തേക്ക് മടങ്ങുമ്പോൾ സാമ്പത്തിക സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രഖ്യാപനം. മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക് മടങ്ങുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് അടുത്ത 12 മാസത്തേക്ക് പ്രതിമാസം 5000 രൂപ ധനസഹായം ലഭിക്കുമെന്നും ഖാദ്യസതി, സ്വസ്ഥ്യസതി തുടങ്ങിയ സാമൂഹിക ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നും സൌകര്യങ്ങൾ നടപ്പിലാക്കുന്നതിനായി ശ്രമശ്രീ എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുമെന്നും മമതാ ബാനർജി പറഞ്ഞു. 1 മാസത്തിലധികം ജയിലിലാകുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന ബില്ല് അവതരിപ്പിക്കാനൊരുങ്ങി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എന്നാൽ 5 അതിലധികമോ വർഷം ശിക്ഷ ലഭിക്കുന്ന കേസുകളിൽ പ്രതിയാകുന്ന മന്ത്രിമാർക്കാകും ഇത് ബാധകമാകുക എന്നാണ് റിപ്പോർട്ട്. മന്ത്രിമാർക്കെതിരെ ഉണ്ടാകുന്ന അഴിമതി ആരോപണങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബിൽ എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. കൺഗ്രാചുലേഷൻസ് മിട്ടിക്കാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. വോട്ടർ അധികാർ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധിയുടെ വാഹനം പോലീസുകാരന്റെ പാദത്തിലൂടെ കയറിയിറങ്ങി. നവാഡയിൽ ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം. യാത്രയുടെ ഭാഗമായി രാഹുൽ സഞ്ചരിച്ചിരുന്ന തുറന്ന ജീപ്പ് പോലീസ് കോൺസ്റ്റബിളിന്റെ കാൽപാദത്തിലൂടെ കയറിയിറങ്ങുകയായിരുന്നു. അപകടത്തിന് പിന്നാലെ കോൺഗ്രസിനെതിരെ വിമർശനവുമായി BJP രംഗത്തെത്തി. രാഹുലിന്റേത് ജനങ്ങളെ ഞെരിച്ചമർത്തുന്ന യാത്രയാണെന്ന് BJP വക്താവ് ഷെഹസാദ് പൂനാവാല പരിഹസിച്ചു. ഉത്തർപ്രദേശിലെ ടോൾ പ്ലാസയിൽ ജവാനെ ടോൾ പ്ലാസയിലെ ജീവനക്കാർ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ 6 പേർ അറസ്റ്റിൽ. കപിൽ കവാദ് എന്ന സൈനികരെയാണ് മീററ്റിലെ ടോൾ പ്ലാസയിലെ തൊഴിലാളികൾ ആക്രമിച്ചത്. വീഡിയോ വൈറലായതോടെയാണ് പോലീസ് കേസെടുത്ത് പ്രതികളെ പിടികൂടിയത്. മഹാരാഷ്ട്രയിൽ മുംബൈയിലടക്കം വിവിധ മേഖലകളിൽ കനത്ത മഴ തുടരുന്നു. അടുത്ത 48 മണിക്കൂർ നിർണായകമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നലെ മുന്നറിയിപ്പ് നൽകി. മുംബൈ, താനെ, റായ്ഗഡ്, രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. മഹാരാഷ്ട്രയിൽ തീവ്ര മഴയുണ്ടാകുമെന്നും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകി. മുംബൈയിൽ കനത്ത മഴയെ തുടർന്ന് വൈദ്യുതി വിതരണം താറുമാറായതോടെ ഉയരത്തിലൂടെ പോകുകയായിരുന്ന മോണോ റെയിൽ ട്രാക്കിൽ കുടുങ്ങി. നവി മുംബൈയിലെ വാഷിഗാവ് പ്രദേശത്താണ് സംഭവം. AC പ്രവർത്തിക്കാതായതോടെ പലർക്കും ശാരീരികമായ അസ്വസ്ഥത അനുഭവപ്പെട്ടു. ട്രെയിനിന്റെ വാതിലുകളും തുറക്കാൻ കഴിഞ്ഞില്ല. ടെക്നീഷ്യന്മാർ എത്തി ഏറെ നേരം പരിശ്രമിച്ച ശേഷമാണ് വാതിലുകൾ തുറക്കാനായത്. അഗ്നിശമന സേന സ്ഥലത്തെത്തി കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ചാണ് യാത്രക്കാരെ പുറത്തെത്തിച്ചത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും സഞ്ജയ് കുമാറിനുമെതിരെ ദില്ലി പോലീസിന് പരാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വ്യാജ പ്രചാരണങ്ങൾ നടത്തിയെന്നും സർക്കാരിനെതിരായി പ്രവർത്തിച്ചെന്നും കാട്ടിയാണ് പരാതി. സുപ്രീം കോടതി അഭിഭാഷകൻ വിനീത് ജിൻഡാലാണ് പരാതി നൽകിയത്. ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് പുനഃസ്ഥാപിക്കും. ഇന്ത്യ-ചൈന ബന്ധം ശക്തമാക്കാനുള്ള നടപടികളുടെ ഭാഗമാണിത്. അതിർത്തി വ്യക്തമായി നിർണ്ണയിക്കാൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകാനും നാഥുല പാസ് അടക്കം 3 അതിർത്തികൾ വഴിയുള്ള വ്യാപാരം വീണ്ടും തുടങ്ങാനും ടൂറിസ്റ്റ് ബിസിനസ് വിസകൾ വീണ്ടും നൽകി തുടങ്ങാനും അതിർത്തിയിലെ സേനാ പിന്മാറ്റത്തിനുള്ള ധാരണ നടപ്പാക്കാനും ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിൽ നയതന്ത്ര ബന്ധം വന്നതിന്റെ 75ാം വാർഷികം ഇക്കൊല്ലം ആഘോഷിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി, S ജയശങ്കർ, അജിത് ഡോവൽ എന്നിവരുമായി നടത്തിയ ചർച്ചകളിലാണ് ധാരണ. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രത്യേക ചർച്ച നടത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചൈനീസ് പ്രസിഡന്റിന്റെ ക്ഷണം നരേന്ദ്രമോദി സ്വീകരിച്ചു. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി നരേന്ദ്രമോദിയെ കണ്ട് ഷീ ജിൻപിങ്ങിന്റെ ക്ഷണക്കത്ത് കൈമാറി. അതിർത്തിയിലെ സമാധാനം 2 രാജ്യങ്ങൾക്കുമിടയിലെ നല്ല ബന്ധത്തിന് അനിവാര്യമെന്ന് മോദി ചൂണ്ടിക്കാട്ടി. കസാനിൽ താനും ഷീ ജിൻപിങ്ങും ഉണ്ടാക്കിയ ധാരണയ്ക്ക് ശേഷം
ചൈനയുമായുള്ള ബന്ധത്തിലുണ്ടായ പുരോഗതി സ്വാഗതാർഹമെന്നും മോദി വ്യക്തമാക്കി. ടെസ്ല കാറുകളുമായി പോയ ട്രക്കിന് തീപിടിച്ചു. ട്രക്കിലുണ്ടായിരുന്ന 8 കാറുകളിൽ 6 എണ്ണവും കത്തിനശിച്ചു. അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലാണ് സംഭവം. ലോസ് ആഞ്ചൽസ് അഗ്നിരക്ഷാ വിഭാഗം സംഭവസ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവത്തിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. ബ്രിട്ടനിൽ സിഖ് വയോധികർക്ക് നേരെ ക്രൂരമായ ആക്രമണം. ഓഗസ്റ്റ് 15-ന് വോൾവർഹാംപ്ടണിലെ റെയിൽവേ സ്റ്റേഷന് പുറത്ത് 3 കൌമാരക്കാരാണ് 2 സിഖ് പുരുഷന്മാരെ ആക്രമിച്ചത്. സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന വീഡിയോ പുറത്തുവന്നിട്ടുണ്ട്. ക്രൂരമായി ആക്രമിച്ച ഇംഗ്ലീഷ് കൌമാരക്കാർ സിഖ് വയോധികന്റെ തലപ്പാവ് ബലമായി അഴിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സംഭവം രോഷത്തിനും വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇത് വലിയ കാര്യം തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. അടിയന്തര സമാധാന കരാർ ഇല്ലെങ്കിലും 3 വർഷത്തെ നീണ്ട യുദ്ധത്തിനിടെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായത് സുപ്രധാനമായ മാറ്റമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമാധാനം ആഗ്രഹിക്കുന്നില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാന കരാറിന് തയ്യാറായില്ലെങ്കിൽ പുടിൻ കഠിനമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം സമാധാന കരാർ സംബന്ധിച്ച ചർച്ചയ്ക്കായി റഷ്യ, യുക്രൈൻ, US ത്രികക്ഷി സമ്മേളനത്തിന് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് വേദിയാക്കാൻ US ആലോചിക്കുന്നതായി റിപ്പോർട്ട്. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സന്നദ്ധത അറിയിച്ചിരുന്നു. ഏഷ്യ കപ്പ് ടൂർണമെന്റിനുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സൂര്യകുമാർ യാദവാണ് നായകൻ. ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ ശുഭമാൻ ഗിൽ ഉപനായകനായി ടീമിലുണ്ട്. ജസ്പ്രീത് ബുംറയും ടീമിലുണ്ട്. അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, റിങ്കു സിംഗ് എന്നിവരാണ് ടീമിൽ ഇടം പിടിച്ച മറ്റു ബാറ്റർമാർ. ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ, അക്ഷർ പട്ടേൽ എന്നിവരാണ് ഓൾറൌണ്ടർമാർ. സഞ്ജുവിന് പുറമെ ജിതേഷ് ശർമ്മയും വിക്കറ്റ് കീപ്പറായി ടീമിലുണ്ട്. ബുംറയ്ക്ക് പുറമെ അർഷദീപ് സിംഗും ഹർഷിത് റാണയുമാണ് മറ്റു പേസർമാർ. വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ് എന്നിവരാണ് ടീമിലെ സ്പിന്നർമാർ. അതേസമയം ടീമിൽ ഇടം പിടിക്കുമെന്ന് കരുതിയ ശ്രേയസ് അയ്യർ, യശസ്വി ജയ്സ്വാൾ, മുഹമ്മദ് സിറാജ് എന്നിവർ 15-അംഗ പട്ടികയിലില്ല. T20 ഫോർമാറ്റിലുള്ള ഇത്തവണത്തെ ഏഷ്യ കപ്പ് ടൂർണമെന്റ് UAEയിലാണ് നടക്കുന്നത്. സെപ്റ്റംബർ 9-ന് ആരംഭിക്കുന്ന ടൂർണമെന്റിന്റെ ഫൈനൽ 28-നാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.